ഇന്നത്തെ വചനചിന്ത പ്രതിസന്ധിയെ കണ്ട് ഭയപ്പെടേണ്ട. ഇസ്രായേൽ ജനത്തിന് മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം അവരുടെ മുൻപിൽ തടസ്സമായി നിന്ന് ചെങ്കടലിനെ മാറ്റുകയല്ല ചെയ്തത്. ചെങ്കടലിനെ കീറി മുറിച്ചുകൊണ്ട് ചെങ്കടലിനകത്ത് പുതുവഴി ഒരുക്കി ഇസ്രായേൽ ജനങ്ങളെ അക്കരെ എത്തിച്ചുവെങ്കിൽ ഇന്ന് വചനം ശ്രവിക്കുന്ന താങ്കളുടെ മുൻപിൽ നിൽക്കുന്ന, താങ്കൾ കാണപ്പെടുന്ന, താങ്കൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയെ കണ്ട് താങ്കൾ ഭയപ്പെടേണ്ട. പ്രതിസന്ധിയെ കീറി മുറിച്ചുകൊണ്ട് പുതുവഴി ഒരുക്കി അക്കരെ എത്തിക്കുവാൻ ഇന്നും നമ്മുടെ ദൈവം വിശ്വസ്തനാകുന്നു. പ്രാർത്ഥിക്കുന്നവൻ്റെ മുൻപിൽ ശത്രു ഉരുട്ടി വയ്ക്കുന്ന കല്ലുകളെ മാറ്റി പുതുവഴി തുറക്കുന്ന കർത്താവ് കൂടെയുണ്ട്. പൊട്ടക്കിണറ്റിലേക്ക് തള്ളപ്പെട്ടാലും, കാരാഗ്രഹത്തിൽ അടച്ചാലും, സിംഹക്കുഴിയിലിട്ടാലും, തീച്ചൂളയ്ക്ക് എറിഞ്ഞാലും അവിടെയെല്ലാം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പ്രതിസന്ധിയല്ല, മറിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ തീരുമാനമത്രേ. ദൈവത്തിൻ്റെ മക്കൾ ഏത് പ്രതിസന്ധിക്കകത്ത് ഇറങ്ങിയാലും അവിടെയെല്ലാം കാര്യം തീരുമാനിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. അതിനാൽ വിശ്വാസത്തോടുകൂടി വിളിച്ചു പറയണം, ദൈവം എനിക്ക് അനുകൂലമാണ്. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായി കടന്നു വരുന്ന തീച്ചൂളയോ സിംഹക്കുഴിയോ പൊട്ടക്കിണറോ കാരാഗ്രഹമോ എന്താണെങ്കിലും അവിടെയെല്ലാം കരുതുന്ന ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന്. പ്രതിസന്ധിക്കകത്ത് ഇറങ്ങി വന്ന് നമ്മെ വിടിവിക്കുന്ന കർത്താവ് കൂടെയുള്ളപ്പോൾ പ്രതീക്ഷിക്കാത്ത പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ഭാരപ്പെടേണ്ട. വിശ്വാസത്താൽ വിളിച്ചു പറയണം. അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറഞ്ഞതുപോലെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നുവെന്ന്. ഏത് പ്രതിസന്ധികൾ കടന്നു വന്നാലും, സ്നേഹിച്ചവർ എല്ലാവരും കുറ്റം പറഞ്ഞ് തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. താങ്കളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. താങ്കളെ കർത്താവ് ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. പ്രതീക്ഷിക്കാത്ത പ്രതികൂലങ്ങൾ കടന്നു വന്നാലും നാം ജീവനോട് കൂടെ ഇരിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. യെശയ്യാപ്രവചന പുസ്തകം 60-ാം അധ്യായം 20-ാം വചനം ഇപ്രകാരം വായിക്കുന്നു: യഹോവ നിൻ്റെ നിത്യപ്രകാശമായിരിക്കും, നിൻ്റെ ദുഃഖകാലം തീർന്നു പോകും. വചനം ശ്രവിക്കുന്ന സഹോദര സഹോദരി, താങ്കളുടെ ദുഃഖകാലം തീരും. ഇന്നത്തെ സാഹചര്യത്തെ, ഇന്നത്തെ പ്രതിസന്ധിയെ കണ്ട് പകച്ചു പോകരുത്. ദൈവം താങ്കൾക്കായി ചില പുതിയ വഴികളെ തുറക്കും. പിന്തിരിഞ്ഞ് നോക്കേണ്ട. വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് ചലിക്കുക. സംഭവിക്കുവാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് ലോകം മുഴുവൻ താങ്കളെ നോക്കി വിധിയെഴുതുമ്പോൾ താങ്കൾ തളർന്നു പോകരുത്. അതിന്മേൽ സർവശക്തനായ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയും. ദൈവം താങ്കൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. താങ്കൾ ഇപ്പോഴുള്ള സാഹചര്യം നോക്കി തളർന്നു പോകരുത്. താങ്കൾ ഏത് വലിയ പ്രതിസന്ധിയിലാണെങ്കിലും അത് പരിഹരിക്കുവാൻ കർത്താവിന് സാധിക്കും. സ്വന്തം കഴിവിൽ ആശ്രയിക്കാതെ കർത്താവ് യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുക. യേശുവിൻ്റെ കയ്യിലേക്ക് താങ്കളെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് താങ്കളെ അനുഗ്രഹിക്കും. പ്രതീക്ഷിക്കാത്ത പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ താങ്കൾ തളർന്നു പോകരുത്. താങ്കൾക്ക് നന്മകൾ താമസിപ്പിക്കുന്നത് വേദനിപ്പിക്കുവാനല്ല, ശ്രേഷ്ഠമായ നന്മകൾ താങ്കളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുവാനാണ്. അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠമായ നന്മയോടുകൂടിയ പുതിയ വഴികൾ ദൈവം താങ്കൾക്കായി തുറന്നു നൽകും. കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടി മാറ്റുമെന്ന് തമ്മിൽ ഹൃദയവേദനയോടുകൂടെ അവർ പറഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. മരിച്ചടക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ സുഗന്ധം പൂശുവാൻ പോയ അവർ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ മഹത്വം കണ്ട് ദൈവത്തെ സ്തുതിച്ചുവെങ്കിൽ ഹൃദയഭാരത്തോടുകൂടെ യാത്ര ചെയ്യുന്ന താങ്കളുടെ ഭാരത്തെ ഉരുട്ടിമാറ്റുകയും ചിന്തിക്കാത്ത, നനയ്ക്കാത്ത ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയും ചെയ്യും. താങ്കളുടെ സങ്കടം കാണുവാൻ, താങ്കളുടെ കണ്ണുനീർ കാണുവാൻ, താങ്കളുടെ ഹൃദയവേദന മനസ്സിലാക്കുവാൻ ആരുമില്ലെന്നോർത്ത് ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട. താങ്കളെ അറിയുന്ന, താങ്കളെ മനസ്സിലാക്കുന്ന, താങ്കളുടെ ഹൃദയവേദനയെ കാണുന്ന കർത്താവ് താങ്കളോട് കൂടെയുണ്ട്. ബഥാനിയിലെ ലാസർ മരിച്ചു. 4 ദിവസമായി. പ്രതീക്ഷകൾ അസ്തമിച്ചു. ലാസറിൻ്റെ കല്ലറയുടെ വാതിൽക്കൽ കർത്താവ് യേശു ക്രിസ്തു വന്ന് കൽപ്പിച്ചു, കല്ല് മാറ്റുവിൻ. സഹോദരിയായ മാർത്ത കർത്താവിനെ അറിയിച്ചത്, കർത്താവെ, 4 ദിവസമായി മൃതദേഹം ദുർഗന്ധം വച്ചിട്ടുണ്ടാകും, ഇനിയും ഒരു സാധ്യതയില്ലെന്ന് പറയുമ്പോൾ കർത്താവ് അവളെ നോക്കി പറഞ്ഞു, മാർത്തേ, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. അടുത്ത വാക്കിൽ ലാസറെ പുറത്തുവാ എന്ന് പറഞ്ഞപ്പോൾ നാറ്റമല്ല, ജീവനോട് കൂടെ ലാസറത്രേ പുറത്തു വന്നത്. വചനം ശ്രവിക്കുന്ന താങ്കൾ സാഹചര്യം നോക്കാതെ
താങ്കൾ ഇപ്പോഴനുഭവിക്കുന്ന പ്രതിസന്ധികൾ നോക്കാതെ വിശ്വസിച്ചാൽ ദൈവത്തിന് മഹത്വം കാണുവാനിടയാകും. ആകയാൽ പ്രതിസന്ധിയെ കണ്ട് ഭയപ്പെടാതെ വിശ്വാസത്തോടു കൂടെ മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.